ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ വ്ളോഗാട്ടോ. നമ്മളുണ്ടല്ലോ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ അടുക്കളയും എല്ലായിടത്തും നീറ്റാക്കി വെച്ചാൽ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ എനർജറ്റിക് ആയിരിക്കും കേട്ടോ. എണീറ്റ് വരുമ്പോൾ നമ്മൾ അലങ്കോലമായി കിടന്നാൽ നമ്മൾക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം തലേദിവസം തന്നെ എല്ലാം നല്ല വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പാഷ്യോൻ്റെ മേലെയുള്ള ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അത് ഏട്ടൻ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഏട്ടനാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് പോയത്. ഞാനും കൂടെ നിൽക്കണം, കാരണം കഴുകുമ്പോൾ അത് വെള്ളമൊക്കെ എടുത്തു കൊടുക്കാൻ ഞാനും കൂടെ നിൽക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു. ഇന്ന് നമ്മൾ പൂരിയും ഒരു അടിപൊളി പനീർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നവാബി പനീർ. അപ്പോൾ അതിലേക്ക് പോവാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പനീർ ഉണ്ടല്ലോ, 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഒന്ന് ഇതാക്കാൻ. ഒരു വശം മറിഞ്ഞ് പിന്നെയൊക്കെ നന്നായി ഇളക്കി കൊടുത്താൽ മതി, പൊടിയാതെ നോക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ബ്രൗൺ കളർ ആയാൽ അത് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ, പെരുംജീരകമല്ല, നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും നല്ലോണം വഴറ്റണം. അത് അവിടെ വഴണ്ടട്ടെ. നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10 15 കാഷ്യൂലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 10 15 വെള്ള മുന്തിരി കേട്ടോ, ഉണക്ക മുന്തിരി ഇടണം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 കപ്പ് പാലും ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇതിൽ നമ്മൾ പനീർ ബട്ടർ മസാലേൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിന് മധുരം ചേർക്കാതിരിക്കാനാണ് നമ്മൾ ആ മുന്തിരി ഇടുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നല്ല പച്ചമണം മാറുന്നത് വരെ വഴറ്റി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരിവ് കുറവാട്ടോ ഈ കറിക്ക് നോർമലി, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാൻ ജാറൊക്കെ കഴുകിയ വെള്ളമാണ്, അതെല്ലാം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എങ്ങനെ നല്ലൊരു തിക്ക് ഗ്രേവിയാണ്. പനീർ കറി അറിയാലോ, പനീർ ബട്ടർ മസാല അറിയാലോ, അത് ഒരു തിക്ക് ഗ്രേവി അല്ലേ, അതുപോലെ തന്നെ ഒരു ഗ്രേവിയാണിതും. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പനീർ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്ക് പനീറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടി എണ്ണ ഒഴിച്ചു. ഞാൻ പൂരിയുടെ റെസിപ്പിയൊന്നും ഇതിൽ കാണിച്ചില്ല കേട്ടോ. അതും കൂടെ കാണിച്ചാൽ വീഡിയോ ലെങ്തി ആവും എന്ന് പറഞ്ഞിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ നോർമലി എല്ലാവർക്കും അറിയാമായിരിക്കും പൂരിയുടെ റെസിപ്പി, ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ടായിരിക്കും. പക്ഷേ ഈ പനീർ കറിയും ഈ പൂരിയും കോമ്പിനേഷൻ സൂപ്പർബാണ് കേട്ടോ. അത് കഴിച്ച് തന്നെ അറിയണം, അത്രയ്ക്കും ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൂരിയെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മോൻ ആദ്യമേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളും കൂടെ കഴിക്കുകയാണ്. മോള് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഒന്ന് മക്കളെ പുറത്ത് കൊണ്ടുപോകാൻ, സൺഡേ അല്ലേ, അപ്പോൾ ഒന്ന് ഔട്ടിങ്ങിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൈത്തിരിയിലുള്ള ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിലാണ് പോയത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ചില്ലകൾ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ ഉണ്ട്, കാരണം അഡ്വഞ്ചറൊക്കെ അല്ലേ, ഒരു 5-6 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. അതിനകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ കല്ലുകൾ, ഇങ്ങനെ ആധുനിക മനുഷ്യന്മാരുടെ പിക്ചേഴ്സ് എല്ലാം വരച്ച് വെച്ചതാട്ടോ. അത് കൊത്തി വെച്ചതൊന്നും അല്ല, പാറയൊന്നും അല്ല, അത് അവർ കോൺക്രീറ്റിൻ്റെ ഇതിൽ വരച്ച്
വെച്ചതാണ്. അതിനകത്ത് കയറുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ 10 മണിയാകുമ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കളെ വലിയതായിട്ടൊന്നും കുറേ റൈഡ്സിലൊന്നും കയറാൻ പറ്റിയില്ല. ഷോപ്സൊക്കെ ഉണ്ട്, നമുക്കതൊന്നും നോക്കാൻ പറ്റിയില്ല. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. മക്കൾക്ക് ഇനി സ്കൂളൊക്കെ ഉള്ളതല്ലേ, പനി വരണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം റൈഡ്സിലൊന്നും കയറിയില്ല. പിന്നെ ഈ വാട്ടർ തീമിൽ കയറിയില്ല. കുറച്ച് റൈഡ്സിൽ മാത്രം കയറിയിട്ട് വന്നു കേട്ടോ. ഇത് അതിനകത്തുള്ള ഒരു തന്നെയാണ്. പക്ഷെ മോൾക്ക് കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ അതെല്ലാം സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാറൊക്കെ ഓടിച്ച് കഴിഞ്ഞ് സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അവനെന്തോ ബ്രിഡ്ജിൻ്റെ ഇതിലുണ്ട്, അതിലേക്ക് ഈ സാധനത്തിലേക്ക് വന്നു. അത് സേഫ്റ്റി ബെൽറ്റൊക്കെ ഉണ്ട്, എന്നാലും ആൾക്കൊരു പേടി ഉണ്ടെന്ന് തോന്നുന്നു. കുറേയൊക്കെ കംപ്ലീറ്റ് ആക്കി വന്നു കേട്ടോ. പെട്ടെന്ന് ഇവിടെയുള്ള അഡ്വഞ്ചറിലൊന്നും കയറിയില്ല കേട്ടോ. കാരണം കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിക്കുന്നുണ്ട്. അതെ, മോൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഷെയ്ക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കിഡ്സ് പാർക്കിലേക്ക് പോയത്. അച്ഛനും ഏട്ടനും മാത്രം ചായ കുടിച്ചു, ബാക്കി എല്ലാവരും ഷെയ്ക്ക് തന്നെയാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് കിഡ്സ് പാർക്കിൽ പോയി. അപ്പം മോൾ ആക്റ്റീവായിട്ടോ. അവിടെ കിഡ്സ് പാർക്കിൽ പോയപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടല്ല, ഒരു പേടി ഉണ്ടായിരുന്നു അവൾക്ക്. ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും അവസാനമാകുമ്പോൾ കുറച്ച് നല്ല ആക്റ്റീവായിട്ടോ. പിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ടനും അച്ഛനൊക്കെ കൂടെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇളകുന്നതുകൊണ്ടാണ് അവൾക്ക് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നല്ല ആക്റ്റീവായി. ആ ബോട്ടിൽ കയറിയപ്പോൾ ആ സൈഡ് കൂടെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്കൊന്ന് പിടിച്ച് ഇങ്ങോട്ട് ആക്കാൻ മോൾക്ക് കറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ടൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് സൈഡ് കൂടെ മാത്രമേ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടൺ ക്യാൻഡിയൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ അതെല്ലാം പിന്നെ വെയിലായത് കാരണം കൂടുതൽ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.